അപ്പോൾ ഇതുപോലെ വീണ്ടും സൈബർ സ്പേസ് വെച്ച് തുടങ്ങുവാണ്. സോ സൈബർ സ്പേസിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് മൊബൈൽ ഫോൺസ്, സോഷ്യൽ മീഡിയ, ക്ലൗഡ് സർവീസ്, ഓൺലൈൻ ബാങ്കിങ്, ഇ ഗവേണൻസ് എക്സെട്ര. ഗവൺമെൻറ് സൈഡിലായാലും നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും, നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന മൊബൈൽ ഫോൺസ് ആണെങ്കിലും, നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന ക്ലൗഡ് സർവീസസ് ആണെങ്കിലും, നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ബാങ്കിങ് ആണെങ്കിലും, ഇതിനെല്ലാം നമ്മൾ സൈബർ സ്പേസിൻ്റെ ഉപയോഗം ഉണ്ട്. സോ ദ ഡേറ്റ പാസ്ഡ് ത്രൂ ഈസ് വെരി പേഴ്സണൽ ആൻഡ് സെൻസിറ്റീവ്, and it is vulnerable to misuse, to cyber attack and unauthorized surveillance. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. മിസ്യൂസ് ചെയ്യപ്പെടാം, സൈബർ അറ്റാക്കുകൾ വരാം, അൺഓതറൈസ്ഡ് സർവേലൻസ് വരാം. സോ വി ആർ ഫോക്കസിങ് ഓൺ വൈ ഡേറ്റ പ്രൊട്ടക്ഷൻ ഈസ് ക്രിട്ടിക്കൽ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ, ആൻഡ് വാട്ട് ആർ ദ ലീഗൽ ഫ്രെയിംവർക്ക്, what is the privacy as a constitutional right, what are the judicial interpretations, and what are the organizational responsibilities, ethical issues. So what is data in cyberspace? So what is a cyberspace? Basically, it contains the internet, the computers, the network, the platform, cloud, then mobile, wireless system, everything connected through a virtual environment. And there is a TCP/IP protocol which is saying what rule to be followed in passing the data between the devices. So the data can be data includes any information. Data includes any information which is created, stored, processed, and transmitted using the digital devices and network. So the data can be created using the digital device. For data storing, we use the cloud platform. For processing the data, we use the computer, and for transmitting the data, we use the computer. That is, we use digital devices and networks for transferring the data. And these are some of the examples are also given there. And why data is become very valuable? Because it is a what are the uses of this data? It is more valuable than oil because ഇതിനെ ഓയിലുമായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, കമ്പയർ ചെയ്തിരിക്കുന്നത്. The data is for decision making, data is for advertising, data is for financial gain, data is needed for e-governance. അപ്പം decision makingനും ഡേറ്റ റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ഗവൺമെൻറ്റിൻ്റെ ഉപയോഗങ്ങൾക്കാണെങ്കിലും, അതുപോലുള്ള ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടി ഹാക്കേഴ്സ് ടാർഗറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഡേറ്റ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇറ്റ് ഈസ് എ വാല്യുബിൾ ഡിജിറ്റൽ അസറ്റ്. അതൊരു ഡിജിറ്റൽ അസറ്റാണ് വിച്ച് ഈസ് വെരി വാല്യുബിൾ, വിച്ച് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. തീർച്ചയായും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. വൈ വി നീഡ് ടു പ്രൊട്ടക്ട് ദ ഡേറ്റ? എന്തിനാണ് നമ്മൾ ഈ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നത്? ദർ ഇസ് മാസീവ് എമൗണ്ട് ഓഫ് ഡേറ്റ. ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ, ഓൺലൈൻ പർച്ചേസ് വഴി ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ, വീഡിയോ സ്ട്രീം ചെയ്യുന്ന വഴി ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ, ഓൺലൈൻ, അതൊക്കെ ഒരു സം എക്സാമ്പിൾസ് ആണ്. സോ ഡേറ്റ മാസീവ്ലി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതിനിടയിൽ ഹാക്കിംഗ് വരാം, സൈബർ സ്റ്റോക്കിംഗ് വരാം, സൈബർ ഇത് വരാം, ഫിഷിംഗ് വരാം, മാൽവെയർ വരാം, വൈറസ് കയറി വരാം, ഡേറ്റ ബ്രീച്ച് ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡേറ്റയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെയൊക്കെ ഐഡൻറ്റിറ്റീസ് നമ്മുടെ സ്റ്റീൽ ചെയ്യാൻ, ദെൻ ബാങ്ക് അക്കൗണ്ട്സ് എംപ്റ്റി ചെയ്യാൻ, ഇതെല്ലാം പ്രൈവറ്റ് ഇൻഫർമേഷൻ ലീക്ക് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് ദ threats we face when if we are not protecting the data.
and we need to protect the data for personal privacy. Defamation കാര്യം നമ്മൾ പറഞ്ഞു. The personal data ഒരാളെ പറ്റി നമ്മൾ എന്താണെന്നും നമ്മൾ എവിടെയാണെന്നും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും നമ്മൾ എന്താണ് തിങ്ക് ചെയ്യുന്നത് അതെല്ലാം പേഴ്സണൽ ഡേറ്റ വഴി നമ്മൾ റിവീൽ ചെയ്യും. ആൻഡ് സോ ദ പേഴ്സണൽ പ്രൈവസി ഈസ് മിസ്യൂസ്ഡ് ഹിയർ. ആൻഡ് നമ്മൾ പറയും ഇവിടെ സൈബർ സ്റ്റോക്കിംഗ് സംഭവിക്കാം, ഡിഫമേഷൻ സംഭവിക്കാം, ബ്ലാക്ക് മെയിലിംഗ് സംഭവിക്കാം. അപ്പം നമ്മുടെ ഏറ്റവും നമ്മൾ വിലമതിക്കുന്ന ഒരു സാധനമാണല്ലോ നമ്മുടെ പ്രൈവസി. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? നമ്മൾ ഇതിലേക്ക് പോകണം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പ്രൊട്ടക്ഷൻ ഓഫ് എന്തിനാണ് നമ്മൾ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മാസീവ് ഡേറ്റ ജനറേഷൻ, സൈബർ ത്രെറ്റ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട്, പിന്നെ പേഴ്സണൽ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട്, പിന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മുടെ UPIയുടെ ശരി ആരോ ഇടയ്ക്കൊന്ന് ചെയ്തായിരുന്നല്ലോ അത്. ഓക്കെ. ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്കകത്ത് വരുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ GPay പോലുള്ള നെറ്റ് ബാങ്കിങ്ങിൻ്റെ ക്രെഡൻഷ്യൽസും ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ UPI ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പാസ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മളിതൊക്കെ കോംപ്രമൈസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ UPI ഡീറ്റെയിൽസും അങ്ങനെ ഇതൊക്കെ നമ്മൾ അറിയാതെ ആരുമായിട്ടെങ്കിലും ഷെയർ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സെൻസിറ്റീവ് ഡേറ്റ പുറത്താവും. അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻസ് നടക്കും, എക്കണോമിക് ലോസ്, ഫിനാൻഷ്യൽ ഫ്രോഡൊക്കെ അവിടെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് സോ ദി ഓർഗനൈസേഷൻസ് ഹൂ ആർ കളക്ടിങ് ദീസ് ഡേറ്റ, അത് ഇങ്ങനത്തെ ഡേറ്റ ശേഖരിച്ച് വെക്കുന്ന ആൾക്കാർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി ടു protect the data and the respect privacy of the user. And the failure can lead to legal penalty, loss of trust and reputation damage. അപ്പം നമ്മൾ മാസീവായിട്ടുള്ള ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമ്മൾ നോക്കണം. പിന്നെ നമ്മുടെ പേഴ്സണൽ പ്രൈവസി നമ്മൾ നോക്കണം. പിന്നെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ നോക്കണം. പിന്നെ സൈബർ ത്രെറ്റ്, മാസീവ് ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സൈബർ ത്രെറ്റും ഇൻക്രീസ് ചെയ്യും. സോ വാട്ട് ആർ ദ കോൺസിക്വൻസസ്? ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള കോൺസിക്വൻസ് എന്താ? ഐഡൻറ്റിറ്റി തെഫ്റ്റ് വരാം, സൈബർ ക്രൈം വരാം, ഡേറ്റ ലീക്കേജ് വരാം, പ്രൈവസി വയലേഷൻ വരാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന എന്താണ്. ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വരുന്ന എല്ലാ കാര്യങ്ങളും. കുറേ റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമുക്കിവിടെ പറയാം. ആധാർ ഡേറ്റ ലീക്ക് ചെയ്തത് കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഡേറ്റ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. ഡേറ്റ ബ്രീച്ച്, ഹോസ്പിറ്റൽസിലൊക്കെ മെഡിക്കൽ റെക്കോർഡ്സിനകത്തുള്ള ഡേറ്റ ബ്രീച്ച്, അതുപോലെ തന്നെ ഓൺലൈൻ എക്സാംസ് നടക്കുമ്പോൾ ഉള്ള ഡേറ്റ ലീക്കേജ്, അതൊക്കെ നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിളിൽ പറയാം. നമ്മുടെ ഓരോ പ്ലാറ്റ്ഫോം വഴികൾ ഓൺലൈൻ എക്സാംസ് നടക്കുന്ന പ്ലാറ്റ്ഫോംസിനകത്ത് നിന്ന് ഡേറ്റ ലീക്ക് ചെയ്യുന്നത്. പിന്നെ പേഷ്യൻസിൻ്റെ ഡേറ്റ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്ന് നമ്മൾ ചോർത്തിക്കൊണ്ട് പോകുന്നത്. ഇതൊക്കെ കാണിക്കുന്ന എന്താണ്? ഡേറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് കാണിക്കുന്നത്. അത്രയും പ്രൈവറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ ലോസ്റ്റ് ആവാൻ പാടില്ല. സോ ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ അസറ്റ്. ആൻഡ് റാപ്പിഡ് ഡിജിറ്റൈസേഷൻ ഓഫ് ദ സൊസൈറ്റി. മോഡേൺ സൊസൈറ്റി ഹാസ് അണ്ടർഗോൺ റാപ്പിഡ് ഡിജിറ്റൈസേഷൻ. ലൈക്ക് ബാങ്കിങ് ആൻഡ് ഫിനാൻസിങ്ങിൽ എങ്ങനെയാണ് ഡിജിറ്റൈസേഷൻ വന്നതെന്ന് വെച്ചാൽ ഓൺലൈൻ ബാങ്കിങ് ആയി, ഡിജിറ്റൽ വാലറ്റ്സ് വന്നു, UPI നമ്പർ വന്നു. ഹെൽത്ത് കെയറിലാണെങ്കിൽ
എല്ലാം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആയിട്ട് മാറി. ടെലിമെഡിസിൻ യൂസ് ചെയ്തു. എഡ്യൂക്കേഷനിലാണെങ്കിൽ ഓൺലൈൻ എക്സാംസ് ആയി, ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ആയി, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് ആയി, അതൊക്കെ ഡിജിറ്റൈസേഷനായി. ഗവേണൻസിലാണെങ്കിൽ ആധാർ, നമ്മുടെ ഡിജി ലോക്കർ, ഇ ഗവേണൻസ് പോർട്ടൽസ്, ഇതെല്ലാമാണ് ഡിജിറ്റൈസേഷൻ നടന്നിട്ടുള്ള ഏരിയാസ്. അതായത് പബ്ലിക്കിൽ യൂസേജ് നെറ്റിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ കോമേഴ്സിലാണെങ്കിൽ ഇ കോമേഴ്സായി, നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം പേയ്മെൻ്റ് എല്ലാം ഡിജിറ്റൽ പേയ്മെൻറ്റ് വഴിയാണ്. സോ ഓൾമോസ്റ്റ് ഓൾ ദ പേഴ്സണൽ ആൻഡ് സെൻസിറ്റീവ് ഡേറ്റ, ഓൾമോസ്റ്റ് എല്ലാ പേഴ്സണലും സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ സൈബർ സ്പേസിലേക്ക് നീങ്ങി. സോ അറ്റാക്ക് increased and making data protection indispensable. So what are the rise in cyber threat? Data breach, identity theft, ransomware attack, phishing, insider threat. These threats highlight the necessity of protecting the data. And what are the protection of individual rights? Data protection is closely linked to the right to privacy, which is recognized as a fundamental human right. Personal data reveals intimate details about an individual's life. Unauthorized use of data can lead to discrimination. In India, Supreme Court has affirmed that privacy is intrinsic to life and liberty under Article 21, making the data protection a constitutional obligation. Then economic and business implications അനുസരിച്ച് ഇത് നമ്മൾ which fails to protect the data, ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഫെയിലിയർ. ഇത് എക്കണോമിക് തലത്തിലും ബിസിനസ് തലത്തിലും എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബിസിനസ്സിൽ ഇപ്പോൾ ഓർഗനൈസേഷൻ ആണല്ലോ, ഓർഗനൈസേഷനകത്ത് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ അതൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നമുക്ക് ലൂസ് ചെയ്യും. കസ്റ്റമേഴ്സിൻ്റെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ അവിടെ കൊടുത്തത് കാരണം അത് പലയിടത്തേക്കും സ്പ്രെഡായി പോയി എന്ന് പറഞ്ഞാൽ അവിടെ അവരുടെ ബിസിനസ്സിനെ അത് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യും. Their reputation will be affected and legal penalties will be imposed, and there will be operational disruptions, and there will be loss of competitive advantage. Strong data protection ആണെങ്കിലോ it will build the customer trust, and they will ensure regulatory compliance, and they will ensure the secure digital transformation. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കും. എങ്ങനെ നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ് ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസി ആൻഡ് ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ്. അങ്ങനെയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലീഗലാണെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്തു, കുറച്ച് ആക്റ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഇൻ 2023, അതിനകത്ത് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ GDPR EU. This law is mandatory, which mandate that lawful and transparent data processing and adequate security safeguards, accountability of data handlers, penalty for non-compliance. Thus, protecting data is not an optional, but it is a legal necessity. And what is the national security and public interest in അനുസരിച്ച് data protection is crucial for protection of infrastructure, prevention of cyber espionage, safeguarding government and defense data. Cyber attack target sensitive national database can threaten sovereignty, public safety and economic stability. Ethical responsibilityയിലേക്ക് കടക്കുകയാണെങ്കിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ, എല്ലാം ഡേറ്റ പ്രൊട്ടക്ഷൻ്റെ ആവശ്യകതയെ പറ്റിയാണ് ഈ പറയുന്നത്. ഡേറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. ശരിക്കും ഓർഗനൈസേഷനിൽ തരുന്ന ആൾക്കാരുടെ ഡേറ്റ സൂക്ഷിക്കുക എന്നുള്ളത് അവരവരുടെ ഉത്തരവാദിത്തമാണ്. ആൻഡ് വിച്ച് ഷോസ് ദ റെസ്പെക്ട് ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി. ഇതില്ല എങ്കിൽ നമുക്ക് ആൾക്കാരുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ ഡേറ്റയിലേക്ക് പോകുമ്പോൾ there are different types of data: personal data, sensitive data, non-personal data, organizational data, public data. പേഴ്സണൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫർമേഷൻ, സെൻസിറ്റീവ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ
ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അടങ്ങിയ ഡേറ്റകൾ, ഹെൽത്ത് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് അടങ്ങിയ ഡേറ്റകൾ, ബയോമെട്രിക് ഡേറ്റ, ദെൻ സെക്ഷൽ ഓറിയൻറ്റേഷൻ ആൻഡ് പേഴ്സണൽ ലൈഫ് ഡീറ്റെയിൽസ്. ഇവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത് ഇതെല്ലാം ഫിനാൻഷ്യൽ ഫ്രോഡ് വരാം, അങ്ങനെയൊക്കെയുള്ള പ്രൊട്ടക്ഷൻ റിക്വയർമെൻറ്റ്സ് ഷുഡ് ബി ദർ. നോൺ പേഴ്സണൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ വെതർ ഡേറ്റ, ക്ലൈമറ്റ് ഡേറ്റ, ട്രാഫിക് ഡേറ്റ, പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അതൊക്കെയാണ് നോൺ പേഴ്സണൽ ഡേറ്റ. ഇത് നമുക്ക് നമുക്ക് നമ്മുടെ എന്തെങ്കിലും റിസർച്ചിലേക്ക് കാര്യങ്ങളിലേക്ക് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു. പക്ഷെ അപ്പോൾ അതിനെ നമ്മൾ ഇപ്പം നമ്മുടെ പേഴ്സണൽ ഡേറ്റയുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതൊരു പേഴ്സണൽ ഡേറ്റ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ആ ഇൻഫർമേഷൻ എടുത്തു, എന്നിട്ട് നമ്മുടെ കുറച്ച് ഇൻഫർമേഷൻസ്, പേഴ്സണൽ ഇൻഫർമേഷൻസ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ നോൺ പേഴ്സണൽ ഡേറ്റ ആയിട്ട് മാറും. ഈ നോൺ പേഴ്സണൽ ഡേറ്റ പിന്നെ ഈ പറഞ്ഞ പോലെ കറപ്റ്റ് ചെയ്യപ്പെടാൻ പാടില്ല. നമ്മൾ വിശ്വസിച്ചൊരു ഡേറ്റാ ബേസിൽ സ്റ്റോർ ചെയ്തിരിക്കുമല്ലേ. അപ്പോൾ അതിനെ നമ്മൾ റിസർച്ച് ഡേറ്റയൊക്കെ ഇപ്പം നമ്മൾ ഓരോ വലിയ റെപ്പോസിറ്ററി ഉണ്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ. നമുക്കൊരു വിശ്വാസമാണ് അവരുടെ ഡേറ്റ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് ഡേറ്റ എടുക്കുന്നത്. അപ്പം അത് ഒരു വിശ്വാസ്യത നമുക്കുണ്ടാവണം. അതേപോലെ ഇപ്പം ഇവർ പറയുന്നത് ഇപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നോൺ പേഴ്സണൽ ഡേറ്റ എടുത്തിട്ട് നമ്മൾ നമ്മുടേതായ കാര്യത്തിന് വേണ്ടി അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ഡേറ്റ ആയിട്ട് നമുക്ക് നമ്മുടെ റിസർച്ചിന് ഉപയോഗിക്കാം. പക്ഷെ ഹാക്കേഴ്സ് ഇതിനെ ഇപ്പോൾ നോൺ പേഴ്സണൽ ഡേറ്റേനെ മാറ്റി തിരിച്ചു വെക്കുന്നതാണ് അവിടെ വരുന്ന സൈബർ ക്രൈം. പിന്നെ ഓർഗനൈസേഷണൽ ഡേറ്റ, ഇതിനെല്ലാം നമ്മൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യണം, കോൺഫിഡൻഷ്യൽ എഗ്രിമെൻറ്റ്സ് വെക്കണം, പോളിസീസ് ഒക്കെ വെച്ച് ഇതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ ഗവൺമെൻറ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സ് ഡേറ്റ, റവന്യൂ ഡേറ്റ, ഇതൊക്കെ, സെൻസസ് ഡേറ്റ, സർവേലൻസ് ഡേറ്റ, നമ്മൾ ഓരോ തവണയും ഓരോ ഇത് ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ, നമ്മുടെ വീഡിയോ സർവേലൻസ് ക്യാമറ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റകൾ. അപ്പോൾ ഇതെല്ലാം സിറ്റിസന്റെ പ്രൈവസി, സെക്യൂരിറ്റി, ഇതെല്ലാം പബ്ലിക്കിനെ റിലേറ്റ് ചെയ്ത് വരുന്ന, അവരുടെ പ്രൈവസീനെ റിലേറ്റ് ചെയ്യുന്ന, അവരുടെ സെക്യൂരിറ്റീനെ റിലേറ്റ് ചെയ്യുന്നതും ഒക്കെയുള്ള കാര്യങ്ങളാണ്. ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഡേറ്റ സ്റ്റേറ്റ്. ഡേറ്റാനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു? ഡേറ്റ റെസ്റ്റിലിരിക്കുന്ന ഡേറ്റ, ട്രാൻസിറ്റിലിരിക്കുന്ന ഡേറ്റ, യൂസിലിരിക്കുന്ന ഡേറ്റ. സ്റ്റോർഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റാ ബേസിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റകളെയാണ് ഡേറ്റാ ബേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ, ഹാർഡ് ഡ്രൈവിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ, ക്ലൗഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ ആണ് ഡേറ്റ അറ്റ് റെസ്റ്റ്. ഡേറ്റ ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമെയിൽ വഴി നമ്മളിപ്പോൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേറ്റകളാണ്. നമ്മൾ ഇമെയിൽ വഴി കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഡേറ്റ ഇൻ ട്രാൻസിറ്റ് ആണ്. ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഡേറ്റ ഓൺലൈൻ ഡേറ്റ ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഡേറ്റ ഇൻ ട്രാൻസിറ്റിനകത്ത് വിടും. ഡേറ്റ ഇൻ യൂസ് എന്ന് പറയുന്നത് ഡേറ്റ ആക്റ്റീവ്ലി പ്രോസസ്ഡ് ബൈ ദ ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷൻ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡേറ്റേനെയാണ് ഡേറ്റ ഇൻ യൂസ്. ഇപ്പം നമ്മളൊരു സ്റ്റോറിൽ കിടക്കുന്ന ഡേറ്റേനെ എടുത്ത് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഡേറ്റ ഇൻ യൂസിലായിരിക്കും. ഇതിനെല്ലാം എന്ത് വേണം? സെക്യൂരിറ്റി വേണം. അതിനെ സെക്യൂർ ആക്കാൻ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നു. ഡേറ്റേനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിനെ ആക്സസ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡേറ്റയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനെ നമ്മൾ തരം തിരിച്ചിരിക്കുന്നതിനനുസരിച്ച് എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ വേണ്ടതെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഗവൺമെൻറ് ഡേറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ, സെൻസിറ്റീവ് ഡേറ്റയ്ക്കും ഗവൺമെൻറ് ഡേറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ടത്. അതായത് ആധാർ കാർഡ്, നമ്മുടെ ടാക്സിൻ്റെ ഡീറ്റെയിൽസ്, സിറ്റിസൻ്റെ ഡേറ്റാബേസ്, നമ്മുടെ ബയോമെട്രിക്സ്, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മുടെ പാസ്വേഡുകൾ, നമ്മുടെ ഹെൽത്ത് റെക്കോർഡ്സ്, ഇതൊക്കെ ഹൈ സെൻസിറ്റീവ് ഡേറ്റയാണ്. പേഴ്സണൽ ഡേറ്റ ഈസ് വെരി ഹൈ ആസ് വെൽ ആസ് ബിസിനസ് ഡേറ്റ ഈസ് ഓൾസോ വെരി ഹൈ. നോൺ പേഴ്സണൽ ഡേറ്റ എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ പേഴ്സണൽ ഡേറ്റ വെച്ച് നോക്കുമ്പം നോൺ പേഴ്സണൽ ഡേറ്റ ലോയിൽ അല്ലെങ്കിൽ മീഡിയത്തിൽ പെടുത്താൻ പറ്റും. Then move on to the legal framework of data protection. The legal framework of data protection refers to നമ്മൾ ഇത്രയും നേരം എന്തിനാണ് നമുക്ക് ഡേറ്റ വേണ്ടത്, എന്താണ് ഡേറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തോരം ടൈപ്പ് ഡേറ്റ ഉണ്ട്, അത്രയൊക്കെ തരം ഡേറ്റ ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഇത്രയും ഇമ്പോർട്ടൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനൊരു ലീഗൽ ഫ്രെയിംവർക്കിൻ്റെ ആവശ്യമുണ്ട്.
ആൻഡ് അപ്പം നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിനുള്ള ഇതിന് വയലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ലോസ് ആണുള്ളത്, എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്, ആൻഡ് വാട്ട് ആർ ദ ജുഡീഷ്യൽ പ്രിൻസിപ്പിൾസ് to be followed for the collection, storage, processing and sharing of the data in the cyberspace. Then what is the primary objective is to safeguard the individual privacy, ensure data security and establish the accountability. എന്താണ് what are the objectives? Protect the private data, prevent its misuse, ensure the lawful usage, ensure remedies and penalties for violation, and all persons should know their right of individuals and obligations. Then what are the core principles? Our core principles under lawfulness, purpose, limitation, data minimization, accuracy, storage limitation, security. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൻ്റെ അടിയിൽ വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ ആ പോയിന്റ്സ് എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇത് ഇത്രയാണ് ഇപ്പം തേർഡ് മൊഡ്യൂളിനകത്ത് നമുക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു പഠിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷെ ഓർത്തിരിക്കാൻ കുറച്ച് പാടായിരിക്കും അല്ലേ? ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്.